എൻ ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ വിമർശനവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. ന്യായാധിപനായിരിക്കെ RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്ന് DCC ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷമായി നടത്തുന്ന വ്യക്തിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കണമെന്നും ശേഷാദ്രിനാഥിന്റെ നിയമനം സർക്കാർ പുനഃപരിശോധിക്കണമെന്നും ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. അതേസമയം AICC നേതൃത്വം മുഖ്യമന്ത്രിയെ വിളിച്ച് തീരുമാനം പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം പ്രതികരണം നോക്കാം. വിശദാംശങ്ങളുമായി PV കുട്ടൻ കൂടി ചേരും. ഈ ന്യായാധിപൻ വളരെ ഗുരുതരമായിട്ടുള്ള പല വിഷയങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും ഇന്ന് കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. അപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് സംഘപരിവാറിന്റെ RSSന്റെ രാഷ്ട്രീയ ചായ്വും അവരോട് കൂറുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും കോഴിക്കോട് നിന്നുള്ള KPCC ഭാരവാഹി അതേപോലെ തന്നെ പാർട്ടിയുടെ ആളുകൾ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ലീഗുകാരനോ ഒരു UDFകാരനെ നിയമിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിഷ്പക്ഷമായും ന്യായമായും ജനാധിപത്യപരമായും നടപ്പിലാക്കാൻ സാധിക്കുന്ന ആ തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്ന സമീപനം ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവണം. ശരി, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് ദുൽകിഫിൽ. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. PV കുട്ടൻ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ നോക്കൂ, VP ദുൽകിഫിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു RSS അജണ്ട നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നാണ്. ഈ നിയമനത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. വിശദാംശങ്ങൾ സിന്ധൂരി, വളരെ ഗൗരവമുള്ള വിമർശനമാണ് ഇപ്പോൾ ദുൽകിഫിൽ നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് VP ദുൽകിഫിൽ. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. AICC നേതൃത്വത്തിനും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കുമെല്ലാം അദ്ദേഹം പരാതി നൽകിയിരുന്നു. കടുത്ത വിമർശനങ്ങളുമായി പരസ്യ പ്രതികരണത്തിലേക്ക് ഉൾപ്പെടെ PM നിയാസ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ VD സതീശൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. AICC ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നയപരമായ കാര്യങ്ങൾ, സർക്കാരിൻ്റെ നയപരമായ വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിയുമായി KPCC നേതൃത്വവുമായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശവും AICCയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിമർശനവുമായി അതോടൊപ്പം തന്നെ PM നിയാസിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. ശേഷാദ്രിനാഥിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇയാൾ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ആളാണ്. ന്യായാധിപനായിരിക്കുന്ന ഘട്ടത്തിൽ പോലും സംഘപരിവാറിനും RSSനും വേണ്ടി പണിയെടുത്തിരുന്നു. അതിനുവേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് ശേഷാദ്രിനാഥ്. ഇപ്പോൾ ഈ നിയമന വിവാദം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ കാണാനില്ല. കാരണം പഴയ പോസ്റ്റുകളൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തന്നെ പ്ലാറ്റ്ഫോമുകൾ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ദുരൂഹമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തീരുമാനം പുനഃപരിശോധിക്കണം. വളരെ ന്യായമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ ന്യായമായ രീതിയിൽ വളരെ സത്യസന്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെയാണ് ആ പദവിയിലേക്ക് നിയമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിൽ നിന്നും മാറി പുതിയ തീരുമാനമെടുക്കണമെന്ന് ദുൽകിഫിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാജ്യമെമ്പാടും സംസാരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകേണ്ട ഒരു സംസ്ഥാനം കേരളമാണ്. അത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ദുൽകിഫിൽ പറയുന്നുണ്ട്. സിന്ധൂരി.